നമസ്കാരം. സംഗീത പരിപാടിയുടെ പേരിൽ ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപന ഉടമയും പ്രൊഡക്ഷൻ മാനേജരും ഷോ ഡയറക്ടറുമായ നിജുരാജ് എബ്രഹാം നൽകിയ പരാതിയിൽ വഞ്ചനാ കുറ്റത്തിന് കേസെടുത്തതിന് പിന്നാലെ വിശദീകരണക്കുറിപ്പുമായി സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ. നിജുരാജിനെതിരെ താൻ പരാതി നൽകിയെന്ന് ഷാൻ റഹ്മാൻ പറഞ്ഞു. നിജുവിന്റെ ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതവും യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ളതുമാണ്. ഈ കേസ് അട്ടിമറിക്കാനും തങ്ങളെ ഒരു സെറ്റിൽമെന്റിന് പ്രേരിപ്പിക്കാനും വേണ്ടി മെനഞ്ഞ തന്ത്രമാണെന്ന് തങ്ങൾ ഉറച്ച വിശ്വാസമുണ്ടെന്നും ഷാൻ പറയുന്നു. എല്ലാ ആരോപണങ്ങളെയും ശക്തമായി നിഷേധിക്കുന്നു എന്നാണ് വിശദീകരണം. ഷാൻ റഹ്മാന്റെയും ഭാര്യയുടെയും ഇവരുടെ സ്ഥാപനത്തിന്റെ പേരിലുമാണ് കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. മുൻകൂർ ജാമ്യം തേടി ജില്ലാ കോടതിയെ സമീപിച്ച ഷാൻ റഹ്മാനോട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചെങ്കിലും ഇതുവരെ ഹാജരായിട്ടില്ല എന്നാണ് വിവരം. സമയം ഉയരെ എന്ന പേരിലുള്ള സംഗീത പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് സാമ്പത്തിക തർക്കവും വഞ്ചനാ കേസും വന്നത്. ഉയരെ സംഗീത നിശയുടെ സംഘാടനം ഏറ്റെടുത്ത് കൊച്ചിയിൽ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ അറോറയായിരുന്നു. പരിപാടിയുടെ പ്രൊഡക്ഷൻ, താമസം, ഭക്ഷണം, യാത്ര, പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ പണി തുടങ്ങി ബൗൺസർമാർക്ക് കൊടുക്കേണ്ട തുക വരെ അറോറ ചെലവിട്ടു. ആകെ 38 ലക്ഷം രൂപ ചെലവായെന്നും 5 പൈസ പോലും തിരികെ ലഭിച്ചില്ലെന്നുമാണ് അറോറ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉടമ നിജു രാജിന്റെ പരാതി. ഷാൻ റഹ്മാന്റെ കുറിപ്പ് ഇങ്ങനെയാണ്. ജനുവരി 25 നടന്ന ഉയരെ ഷാൻ റഹ്മാൻ ലൈവ് ഇൻ കോൺസേർട്ട് പരിപാടിയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന തെറ്റായ വസ്തുതകളെ അഭിസംബോധന ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തുടക്കത്തിൽ തന്നെ പരിപാടിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിരുന്നു. അതിലൊന്ന് മിസ്റ്റർ നിജുരാജ് എബ്രഹാം എന്നയാളുമായി ഉണ്ടായ തർക്കമാണ്. ഇതുമായി ബന്ധപ്പെട്ടൊരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്ത് എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷൻ്റെ കീഴിൽ ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടക്കം മുതലേ ഞങ്ങൾ അന്വേഷണവുമായി സുതാര്യവും സഹകരണവും നീതിയും പുലർത്തിയിട്ടുണ്ട്. പ്രൊഫഷണലിസം, സമഗ്രത, നിയമ നടപടി എന്നിവയിൽ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. എങ്കിലും മിസ്റ്റർ നിജുരാജ് അബ്രഹാം ജനങ്ങളുടെയും മീഡിയയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്നും യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയുള്ളതാണെന്നും വ്യക്തമാണ്. ഈ കേസ് അട്ടിമറിക്കാനും ഞങ്ങളെ ഒരു സെറ്റിൽമെന്റിന് പ്രേരിപ്പിക്കാനും വേണ്ടി മെനഞ്ഞ തന്ത്രമാണെന്നും ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ആയതിനാൽ എല്ലാ ആരോപണങ്ങളെയും ശക്തമായി നിഷേധിക്കുന്നു. നിയമവിദഗ്ധർ ഈ വിഷയം സജീവമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയിൽ പൂർണ്ണ വിശ്വാസമുള്ളതിനാൽ സത്യം ജയിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ പ്രേക്ഷകരും ടീം അംഗങ്ങളും പങ്കാളികളും ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസത്തിന് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. വസ്തുതകൾ വ്യക്തമായും മാന്യമായും അവതരിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഏകപക്ഷീയമായ വിവരണത്തെ അടിസ്ഥാനമാക്കിയുള്ള ഊഹാപോഹങ്ങൾ ഒഴിവാക്കണമെന്ന് ഞങ്ങൾ മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടും അഭ്യർത്ഥിക്കുന്നു. നിയമപരമായും ഔദ്യോഗികമായ ചാനലുകളിലൂടെ ഞങ്ങൾ പങ്കിടുന്ന കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ദയവായി കാത്തിരിക്കുക. ഷാൻ റഹ്മാന്റെയും ഭാര്യയുടെയും ഇവരുടെ സ്ഥാപനത്തിന്റെ പേരിലുമാണ് നിലവിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത്. നിജുരാജിന്റെ പരാതിയിൽ എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്തിരുന്നു. ഇറ്റേണൽ റേ എന്ന മ്യൂസിക് ട്രൂപ്പിന്റെ സംഗീത പരിപാടിയാണ് ഇതിന് കാരണം. ജനുവരി 23 തേവര സേക്രഡ് ഹാർട്ട് കോളേജ് ഗ്രൗണ്ടിൽ ഷാൻ റഹ്മാന്റെ നേതൃത്വത്തിൽ സംഗീത നിശ നടന്നത്. ഉയരെ എന്നായിരുന്നു പേര്. ഇതിന്റെ സംഘാടന ചുമതല ഏൽപ്പിച്ചത് നിജുരാജിനെയാണ്. 35 ലക്ഷം രൂപയാണ് ചെലവായത്. ഇത് മുഴുവൻ നിജുരാജ് ചെലവാക്കി. എന്നാൽ ബുക്ക് മൈ ഷോയിലൂടെയും മറ്റുമുള്ള ടിക്കറ്റ് വരുമാനവും സ്പോൺസർഷിപ്പ് പണവും എല്ലാം പോയത് ഇറ്റേണൽ റേക്കാണ്. നല്ല രീതിയിൽ പരിപാടി കഴിഞ്ഞാൽ നിജുരാജിന് ചില്ലിക്കാശ് കൊടുത്തില്ല. ഈ സാഹചര്യത്തിലാണ് ഷാൻ മുഹമ്മദിനും ഭാര്യയ്ക്കുമെതിരെ നിജുരാജ് പരാതി കൊടുത്തത്.